ഓടി നടക്കുന്ന മനുഷ്യ, നിന്റെ ജടികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്? നാശത്തിന്റെ പടിപൊടിയിലേക്ക് നീ നിവർത്തിക്കുന്നില്ല. നിന്റെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്ന് ജടികമായ സുഖഭോഗങ്ങളിൽ നിന്ന് പിശാചിന്റെ അടിമത്തത്തിലേക്ക് വളരുന്ന നിന്നിലേക്ക് തന്നെ നീ ഒരു നിമിഷം തിരിഞ്ഞു. ഈ ലോകത്തിൽ നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാൽ നിങ്ങളെയും തേടി വരും. യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെ
അവരെ സഹായിക്കുകയും ചെയ്ത നിനക്ക് നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പോയിക്കൊള്ളുക. പത്രോസേ, എന്റെ പേര് കണ്ടുപിടിച്ചോ? ഇത്രയും നേരം അത് തന്നെയാണ് നോക്കിയിരുന്നത്, കണ്ടില്ല. അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അമേരിക്കയിൽ ജ്യൂസും എത്തി കാണില്ലേ? അതാവും ഇത്ര താമസം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, അവിടെ തീരെ റേഞ്ച് കുറവാ. വർഗീസുട്ടിയോ? ഇതമ്മച്ചിയുടെ മോനെ. ഐസുള്ള ചില്ലുകൂട്ടില. ഇപ്പൊ എന്റെ മക്കളെന്നെ ശരിക്കും സ്നേഹിക്കണേ. ഡാ, നല്ല വില കൂടിയ മഞ്ചി ആയിക്കോട്ടെ. നിറച്ച് പൂക്കളിടണം. 5 അച്ഛന്മാരാ? അതൊന്നും പോരാ, അച്ഛന്മാരെ കിട്ടാനില്ല. ദേ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, മെത്രാനച്ചരിയാണ്ട് എന്റെ ശവം തൊട്ട് പോകരുതെന്ന്. പിന്നീടാ സിനിമ പിടിക്കണം, അതന്നെ വീഡിയോ. ജ്യൂസ് കുടിക്കാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണ്ടടാ. പിന്നെ മക്കളും മരിയക്കളും ഒക്കെ ചുറ്റൂരുന്ന് കരയണില്ലേ? കഴുത്തിനൊന്നാ കൊടുത്തിട്ടിരുന്ന് കരയാൻ പറ. വേണമെങ്കിൽ ഒരു മൈക്ക് സെറ്റും വെച്ച് കൊടുത്താടാ, 4 ആള് കേക്കട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കും? ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല പത്രോസേ, എന്റെ പേര് കണ്ടോ? ഇല്ല ചേട്ടത്തി, നിങ്ങളുടെ പേര് ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. എന്തു പറ്റി? ഒന്നും പറയണ്ട, ഒരു കളവ് കേസിൽ പിടിച്ചതാ. അപ്പൊ കള്ളനാണല്ലേ? അങ്ങനെ പറയരുത്, അത് എന്റെ ഒരു തൊഴിലാണ്. ഓ ശരി ശരി. എന്നിട്ട് ഒരു അമേരിക്കക്കാരന്റെ വീട്ടിലേക്ക് കയറി 10,000-40,000 രൂപ കിട്ടി. പോരുന്ന വഴിക്ക് ആ വീട്ടിലെ ഒരു കുരുത്ത കെട്ടതള്ള ഓർക്കത്തിന്ന് ചാടി എഴുന്നേറ്റിന്ന് വന്നു. തള്ളയുടെ കഴുത്തിലാണെങ്കിൽ 10-12 പവന്റെ താലിമാല. അത് പൊട്ടിക്കാൻ കഴുത്തിലേക്ക് കൈവച്ചതും എന്തോ ഒരു സാധനം എടുത്ത് ആ തള്ളന്റെ തലയിൽ ഒറ്റയടി. ഓ, കൊറേ നാള് കഴിഞ്ഞ് ഈ മുറിവ് അടയാളാക്കി പോലീസ് എന്നെ പൊക്കി ലോക്കപ്പെട്ട് ഇടിച്ചിടിച്ച് അതുവരെ നടന്ന എല്ലാ കളവ് കേസും എന്റെ പേരിലാക്കി. മർമ്മത്ത് കിട്ടിയ ഒരൊറ്റയടി എന്റെ അമ്മോ. ഞാൻ ലോക്കപ്പിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചു. നല്ലൊരു മനുഷ്യരെ പോലീസുകാരെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്നു പറഞ്ഞേ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര സമരത്തിലാ. അമ്മടാ, അപ്പൊ നീയാണ് എന്റെ വീട്ടിൽ കയറി 40,000 രൂപ കട്ടത് അല്ലേ? നിനക്ക് എന്റെ താലിമാല വേണോ അല്ലടാ? കാക്കത്തുരുത്തിൽ അവനാൻ മകൻ റപ്പായി ഞാനാണ്. നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. അല്ലടാ, സ്വർഗത്തിലേക്ക്. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തു. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. വഞ്ചിച്ച് കലഹിച്ച് മോഷ്ടിച്ച് സ്വാർത്ഥമതികളായവർക്ക്
സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ദൈവവചനത്തെ അനുസരിക്കാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിനക്ക് നിഷേധിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി. എടാ, സ്വർഗത്തിലൊന്നും ഈ വക പരിപാടിയില്ല. തന്നെ പോലുള്ള ദരിദ്രവാസികൾക്കുള്ള സ്ഥലമല്ല ഇത്. സംശയമുണ്ടേ ദാ ആ പത്രോസിനോട് ചോദിച്ചോക്ക്. സാറേ, ഞാനൊരു സമ്പന്നനായിരുന്നു. വേദനിക്കുന്നവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് ഞാൻ വാരിക്കോരി കൊടുത്തു. അവസാനം ഞാനൊരു ദരിദ്രനായി, യാചകനായി, പട്ടിണി കിടന്നു മരിച്ചു. ഭൂമിയിൽ ഒരു സമ്പാദ്യവും ഇല്ലാത്ത എനിക്ക് എവിടെയെങ്കിലും ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവരാജ്യത്തിന്റെ അവകാശികളാകാനായി ദൈവം നൽകുന്ന പ്രത്യേക ആനുകൂല്യമാണ് ദാരിദ്ര്യം. അതിൽ ആനന്ദം അനുഭവിച്ചു ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ടുള്ള താങ്കളുടെ വിശ്വാസ ജീവിതത്തിന് സമ്മാനമാണ് നിനക്കൊരുക്കിയിരിക്കുന്ന നിത്യസമാധാനത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളു. ഭൂമിയിൽ നീ അനുഭവിച്ച ദാരിദ്ര്യം ഇവിടെ നിന്നെ ധന്യതമാണ്. മരിക്കുമ്പോഴാണ് നിങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. പ്രവേശിച്ചു. ഇതൊക്കെ ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എന്താ കാര്യം?
കൃത്യങ്ങളാൽ ജനിച്ചും ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ. അവർ ദൈവതുല്യരാണ്. പിതാവായ ദൈവത്തിന്റെ ഓരോ അംശങ്ങളാണ്. അവർക്കുള്ള സ്ഥലം വെറും സ്വർഗമല്ല, ദൈവസന്നിധിയാണ്. ദൈവത്തെ കാണുന്നതും ഈ ആത്മാക്കളെ കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയത്. അപ്പൊ എന്റെ ജോസുട്ടി ഇതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നു കളഞ്ഞിരിക്കണേ. അങ്ങനെ ചെയ്യുന്ന മാതാപിതാ എന്തെല്ലാം സൽകൃത്യങ്ങൾ ചെയ്താൽ അവരുടെ ആത്മാക്കൾക്കുള്ള ഇടം നരകമാണ്. അപ്പൊ എന്റെ ജോസുട്ടി കെട്ടിയോട് മരിച്ച നരകത്തിലേക്കാണ് പോവാ. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ പത്രോസേ? അവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്തു ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അപ്പോൾ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞു ഈ കുഞ്ഞുമ. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ആ കുരുന്നുകളുടെ പ്രാർത്ഥന ശ്രവിക്കും. ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. എന്റെ കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ? അവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭൂമിയിലേക്ക് പോവാനും കഴിയില്ലല്ലോ. ഇതെല്ലാം അറിയാനും മനസ്സിലാക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും ധാരാളം ആളുകളും മാധ്യമങ്ങളും അവർക്ക് എല്ലാം അറിയുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ ഉറപ്പാണ്. എന്റെ ജോസുട്ടി, നിന്റെ കാര്യം കട്ട പോകാം. എന്താ മോനെ, കോളേജിലൊക്കെ ചെത്തി നടക്കേണ്ട പ്രായത്തിൽ ഇവിടെ കൂട്ടുകാരിൽ നിന്നും പഠിച്ചത് ചില തിരിച്ച് കൊതി തീരും മുമ്പ് എന്നെ ഇവിടെ എത്തിച്ച് ഒരു യുവാവായ നിനക്ക് എന്തു ദുശീലം? ഞാൻ ഒരു എംകോ വിദ്യാർത്ഥിയാണ്. ഹാൻസും പരമ്പരാഗും ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചു. പലരും എന്നെ ഉപദേശിച്ചിട്ടും ഞാൻ അത് തുടർന്നു. എനിക്ക് ക്യാൻസർ രോഗം ബാധിച്ച് എന്റെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടി സമ്പാദിച്ച 8 ലക്ഷം രൂപ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടില്ല. അനുഭവിച്ചോ. ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാരും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളാ. ഇവന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാര് ഈ വക ദുശീലങ്ങളിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞെങ്കിൽ. ദീപക് കുഴിപ്പറമ്പിൽ വീട് മകനെ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ശത്രുത, കലഹം, വ്യഭിചാരം, മധുരോത്സവം, അസൂയ, കോപം എന്നീ ജടിക വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് നിനക്കറിയില്ലേ? ജടികാസക്തികളെ മാത്രം മോഹിച്ച് നീ തന്നെ തിരഞ്ഞെടുക്കാം നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊള്ളുക. ഈ ചെകുത്താനെ കാണുമ്പോ എനിക്ക് എന്തെങ്കിലും
രണ്ടു മക്കളെയും കിണറ്റിലിട്ട് കൊന്ന് ഞങ്ങളും ആത്മഹത്യ ചെയ്തു. നന്നായേ, ഈ കുട്ടിയോടെ കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണേ. അപ്പത്തെ വീട്ടില് ഫ്രിഡ്ജ് വാങ്ങി, അപ്പത്തെ ഇവിടെയും വാങ്ങി, അവിടെ കാറ് വാങ്ങി, അപ്പത്തെ ഇവിടെയും വാങ്ങി. ദേ അവിടെ 2 നില മോശമാവാൻ പറ്റുമോ? അപ്പൊ ഇവിടെ 3 നില. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണേ. പാലേക്കാട്ട് രാഘവൻ മകൻ നിതീഷ്, മകൾ നിധി, നിരപരാധികളും നിഷ്കളങ്കരുമായ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. നിങ്ങൾ ധനത്തിന്റെയും സുഖഭോഗങ്ങളുടെയും കൂടെ സഞ്ചരിച്ചു. തിന്നും കുടിച്ചും സുഖിക്കണമെന്ന ചിന്ത മാത്രം. അതിനിടയിൽ മരണത്തെക്കുറിച്ചോ നിന്റെ ആത്മാവിനെ കുറിച്ചോ നീ ഓർത്തില്ല. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നു എന്ന ദൈവവചനം ശ്രവിക്കാതെ നീ തിരഞ്ഞെടുത്തത് തിന്മയുടെ അന്ധതയാണ്. പോകൂ. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇവിടെ നന്മയും തിന്മയും എന്ന വേർതിരിവ് മാത്രമേ ഉള്ളൂ. എല്ലാവരും എത്തിച്ചേരും. ദൈവം മാനവ വംശത്തിനായി ഒരുക്കിയിരിക്കുന്നു നിത്യാനന്ദ ഇടമാണ് സ്വർഗം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടോ ഇതൊക്കെ അറിയുന്നു? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തല്ലും വഴക്കും. മരിച്ചു കഴിഞ്ഞ് ഇവിടെ വരുമ്പോ മനസ്സിലാവും. ഞാൻ വന്നിട്ട് എത്ര നേരായി. എന്റെ പേര് ഒന്നും കൂടി തപ്പി നോക്കിയേ മോനെ. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളുടെ ഫലമായി നിങ്ങളുടെ പേര് അവസാന വിധിയുടെ കണക്ക് പുസ്തകത്തിൽ എത്തിയിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്നും നീക്കം ചെയ്യുക. ശുദ്ധീകരണ സ്ഥലത്താണ് നിങ്ങൾ. നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് അതിനുള്ള പോംവഴി. പക്ഷേ നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്തില്ല. ഇനി അതിന് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. സ്ഥിരമായ ഒരിടം ലഭിക്കും. ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിലപിക്കും.
പുറത്തിറക്കാൻ കഴിയാത്ത വേദനയും പേരിൽ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിലെ നിത്യസൗഭാഗ്യം സമാധാനവും അനുഭവിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് വിരമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് മോചനമില്ലേ? മകളെ മകളെ നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും വർഷങ്ങളോളം നിനക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന മൂലം നിനക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ എന്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. എന്റെ പ്രിയ മക്കളെ, ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയാഭിലാഷങ്ങൾ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുക. സ്നേഹത്തെ പുലുകിയാൽ മാത്രമേ തിന്മയെ ജയിക്കൂ. അതിനാൽ ദൈവത്തിന്റെ പ്രതിനിധികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന സർവ്വജനങ്ങൾ സ്വീകരിച്ച് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുക. ഭൂമിയിൽ നിന്നും വേർതിരിഞ്ഞവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന അവരുടെ പാപങ്ങൾ മോചിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.